കോവിഡിൽ തളർന്ന കായിക മേഖലയെ ഉയർത്താൻ പുതിയ പദ്ധതികളുമായി ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ. ഗവൺമെന്റിന്റെ അനുവാദം ലഭിച്ചാൽ ജനുവരി അവസാനത്തോടെ ചാമ്പ്യൻഷിപ്പുകൾ തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ ഈ ഒരു കോവിഡ് പ്രതിസന്ധി മറികടക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കായിക മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ ഈ ഒരു സംവിധാനത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ള രീതിയിലാണ് ഒരു പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ പുതിയതായിട്ട് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുള്ളത്. കാരണം നമുക്കറിയാം, ഇപ്പം കുറച്ച് സമയത്തുണ്ടെങ്കിലും ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും അല്ലെങ്കിൽ ഒന്നിച്ച് കൂടിയിട്ടുള്ള പരിപാടികളൊക്കെ നടക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള ഒരു സന്ദർഭമായിരിക്കും. അപ്പം അതുകൊണ്ട് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന കോവിഡ് പ്രോട്ടോക്കോളുകളെല്ലാം പാലിച്ചുകൊണ്ട് കായിക മേഖലയിലുള്ളവർക്ക് അവർക്ക് പെർഫോം ചെയ്യാനും അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതും കൂടെ പുതിയ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ വലിയൊരു വെല്ലുവിളിയായിട്ടാണ് അതിനെ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിനു വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതിനു വേണ്ട രീതിയിലുള്ള പ്രാക്ടീസുകൾ എല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങാൻ നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷൻ 2020-2024 വർഷത്തെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ജിടെക് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായ മെഹ്റൂഫ് മണ്ണലോടിയാണ് പ്രസിഡന്റ്. എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റായി BK തങ്കച്ചൻ, സെക്രട്ടറിയായി KM ജോസഫ്, ട്രഷററായി ഹർഷകുമാർ K എന്നിവരെ തെരഞ്ഞെടുത്തു. പുതിയ പ്രസിഡന്റ് മെഹ്റൂഫ് മണ്ണലോടിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ അത്ലറ്റിക് നല്ല പ്രൊഫഷണലായി നടത്തുവാൻ വിവിധ പദ്ധതികൾ സംഘടിപ്പിക്കുവാനും സംസ്ഥാന ദേശീയ മത്സരങ്ങൾ ജില്ലയിൽ അനുവദിച്ചാൽ കോഴിക്കോട്ട് വെച്ച് നടത്താനും തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ 21ാം ബലിദാന ദിനാചരണം BJP കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടത്തിയ ചടങ്ങ് BJP സംസ്ഥാന